Hello dear friends, എല്ലാവർക്കും ഫിസി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഉഗ്രൻ കറിയാണ് തയ്യാറാക്കുന്നത്. വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഈ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റ് ആണ്, നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം നമുക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ഭാഗം സവാളയുടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതായത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ മൂത്ത മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതും ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരണം. നല്ലതുപോലെ മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഞാനിതിനകത്ത് ഒരു വലിയ വഴുതനങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ അരച്ചതാണ് വേണ്ടത്. അപ്പോൾ ഒരു 4 പിടി തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്രേവി ആക്കി എടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഈ തേങ്ങയൊക്കെ. ഇപ്പോൾ അതേ തേങ്ങയൊക്കെ നല്ലതുപോലെ ചൂടായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കിടന്ന് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വഴുതനങ്ങ അധികം വാടി പോകുകയില്ല. നല്ലതുപോലെ നമുക്ക് പീസായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിൽ അലിഞ്ഞ് പോകുകയില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്നും മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. എല്ലാവരും എളുപ്പത്തിലുള്ള കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.